ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിലേക്ക് രാജസ്ഥാൻ റോയൽസ് ഇറങ്ങുമ്പോൾ വലിയ വെല്ലുവിളികളാണ് മുന്നിലുള്ളത്. കാരണം നായകൻ സഞ്ജു സാംസന്റെ പരിക്കായിരുന്നു. സഞ്ജുവിന് ഫീൽഡ് ചെയ്യാൻ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആരാണ് രാജസ്ഥാനെ നയിക്കുക എന്നത് പ്രധാന ചോദ്യമായിരുന്നു. ടീം മാനേജ്മെന്റ് റിയാൻ പരാഗ് എന്നതിലേക്ക് ഏറ്റവും ഒടുവിലെത്തിയത്. വലിയ വെല്ലുവിളി ഏറ്റെടുക്കുന്നതാണ് പരാഗ് ഇത്തവണ ഇറങ്ങിയത്. ആദ്യത്തെ 2 മത്സരത്തിലും പരാഗിന് കീഴിൽ രാജസ്ഥാൻ തോറ്റു. നായകൻ എന്ന നിലയിൽ പരാഗിന്റെ പിഴവുകൾ തോൽവികൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ രാജസ്ഥാൻ പരിശീലകനായ രാഹുൽ ദ്രാവിഡ് പരാഗിൽ വിശ്വസിച്ചു. അവൻ നായകൻ എന്ന നിലയിൽ വേഗത്തിൽ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നും മികച്ച നായകനാകുമെന്നാണ് ദ്രാവിഡ് പറഞ്ഞത്. ഈ വാക്കുകൾ തെറ്റായില്ലെന്ന് CSKക്കെതിരായ മത്സരത്തിലൂടെ പരാഗ് തെളിയിച്ചിരിക്കുകയാണ്. ഗംഭീർ ക്യാപ്റ്റൻ ആയതോടെ കരുത്തനായ CSKയുടെ പൂട്ടിയിരിക്കുകയാണ് പരാഗ്. നായകൻ എന്ന നിലയിൽ പരാഗ് മികച്ച തീരുമാനങ്ങൾ രാജസ്ഥാന്റെ ജയത്തിന് നിർണായകമായിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അവസാന ഓവർ സന്ദീപ് ശർമ്മയ്ക്ക്. മത്സരത്തിൽ CSKയിലെ വിറപ്പിക്കുന്ന ബൗളറിംഗ് പ്രകടനമാണ് ജോഫ്രാൻ ആർച്ച് കാഴ്ചവെച്ചത്. പവർ പ്ലേയിൽ ആർച്ചർ തീയായി എന്ന് തന്നെ പറയാം. 3 ഓവറിൽ ഒരു മെയ്ഡിനടക്കം 13 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റിലാണ് ആർച്ചർ വഴങ്ങിയത്. അവസാന ഓവറിൽ CSKക്ക് ജയിക്കാൻ 20 റൺസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ പരാഗ് പന്ത് നൽകിയ ആർച്ചർക്കല്ല, സന്ദീപ് ശർമ്മയ്ക്കായിരുന്നു. ഈ തീരുമാനം ടീമിന് ഗുണം ചെയ്യുകയും ചെയ്തിരുന്നു. MS ധോണിയെ പുറത്താക്കിയ മത്സരം CSKക്ക് അനുകൂലമാക്കി മാറ്റിയത് സന്ദീപ് ശർമ്മയാണെന്ന് പറയാം. ധോണിയെ പ്രായം തളർത്തുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഫിനിഷിംഗ് മികവിനെ എടുത്തു പറയാനുള്ളതാണ്. ഈ സാഹചര്യത്തിൽ സന്ദീപ് ശർമ്മയെ കൊണ്ടുവന്നത് പരാഗിന്റെ മികച്ച നീക്കമാണ്. നേരത്തെ ധോണിയെ പൂട്ടി രാജസ്ഥാന് ത്രില്ലിംഗ് ജയം നേടിക്കൊടുത്ത ബൗളറാണ് സന്ദീപ് ശർമ്മ. അതുകൊണ്ട് തന്നെ ഇത്തവണ പരാഗ് വീണ്ടും സന്ദീപിൽ വിശ്വാസം അർപ്പിക്കുകയായിരുന്നു. ബൗളിംഗ് ചേഞ്ചുകളെല്ലാം അതിഗംഭീരമായിരുന്നു. മത്സരത്തിൽ പരാഗ് വരുത്തിയ ബൗളിംഗ് ചേഞ്ചുകളും ഫീൽഡിംഗ് വിന്യസിപ്പിക്കലുമെല്ലാം അതിഗംഭീരമായിരുന്നു. വിൻസെന്റും ഹസരംഗയെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ പരാഗിന് സാധിച്ചു. ഇതിന്റെ ഗുണം രാജസ്ഥാനിൽ ലഭിക്കുകയും ചെയ്തു. 4 ഓവറിൽ 35 റൺസ് വഴങ്ങി 4 വിക്കറ്റുകളാണ് വിൻസെന്റും ഹസരയും വീഴ്ത്തിയത്. CSK കറക്കി വീഴ്ത്തുന്ന പ്രകടനമാണ് ഹസങ്കര കാഴ്ചവെച്ചത്. നായകൻ എന്ന നിലയിൽ പക്വത കാട്ടാൻ പരാഗിന് സാധിച്ചിട്ടുണ്ട്. സമ്മർദ്ദ സാഹചര്യങ്ങളിൽ പതറുന്നവനല്ല എന്നത് പ്രകടനം കൊണ്ട് തെളിയിച്ചവനാണ്. എന്തായാലും സഞ്ജു സാംസന് ശേഷം രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ ആരാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പരാഗ് നൽകിയിരിക്കുന്നത്. സഞ്ജു സാംസനെ രാജസ്ഥാൻ നായകന സ്ഥാനത്തിൽ നിന്നും മാറ്റി പരാഗിനെ സ്ഥിരം നായകനാക്കുന്ന നിയമിക്കാൻ ടീം മാനേജ്മെന്റ് തയ്യാറായാലും അത്ഭുതപ്പെടാനില്ല. ആദ്യ 2 മത്സരത്തിലും റിയാൻ പരാഗ് 3ാം നമ്പറിലാണ് ബാറ്റ് ചെയ്തത്. ഇത് രാജസ്ഥാനെ വളരെയധികം പിന്നോട്ടടുപ്പിച്ചിരുന്നു. എന്നാൽ CSKക്കെതിരെ പരാഗ് 4ാം നമ്പറിലേക്ക് മാറുകയും 3ാം നമ്പറിൽ നിതീഷ് റാണയെ കളിക്കുകയും ചെയ്തിരുന്നു. ഇത് രാജസ്ഥാന്റെ വിജയത്തിന് നിർണായകമാക്കുകയും ചെയ്തു. 36 പന്തിൽ 81 റൺസോടെയാണ് നിതീഷ് കസറിയത്. പരാഗ് 28 പന്തിൽ 37 റൺസും നേടി ശോഭിച്ചു.